നിലമ്പൂരിൽ ജനങ്ങൾ വിധി എഴുതുന്നു. 263 ബൂത്തുകളിലായി 2,02,384 വോട്ടർമാരാണ് ഇന്ന് വോട്ട് രേഖപ്പെടുത്തുവാൻ വേണ്ടി എത്തുക. രാവിലെ 7 മണി, കൃത്യം 7 മണിക്ക് ആരംഭിച്ച പോളിംഗ് ഇപ്പോഴും തുടരുകയാണ്. വൈകിട്ട് 6 മണി വരെയാണ് ഈ പോളിംഗ് നടക്കുക. പ്രധാന മുന്നണി സ്ഥാനാർത്ഥികളായ എം സ്വരാജ് അടക്കം അവിടെ എത്തി വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആര്യാടൻ ഷൗക്കത്തും എല്ലാം തന്നെ എത്തി വോട്ട് രേഖപ്പെടുത്തി. ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡി ബിനോയ് ചേർന്നു. ബിനോയ്, കനത്ത മഴയാണ് ഇപ്പോൾ നിലമ്പൂരിൽ പെയ്യുന്നത്. ഈ മഴയെല്ലാം അവഗണിച്ച് നിരവധി ആളുകളാണ് ഇപ്പോഴും എത്തുന്നത്. അതോടൊപ്പം തന്നെ വോട്ടിംഗ് ആരംഭിച്ച് 1 മണിക്കൂർ പിന്നിടുന്നു. ആദ്യ അരമണിക്കൂറിൽ 4% വോട്ടിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ അത് കൂടിയിട്ടുണ്ടാകും. മറ്റ് വിശദാംശങ്ങൾ. വടക്കൻ കേരളത്തിൽ ഇന്ന് ശക്തമായ മഴയുടെ പ്രവചനമാണ് ഉള്ളത്. അതിൻ്റെ പ്രതിഫലനങ്ങൾ തന്നെയാണ് നമുക്കിപ്പോൾ നിലമ്പൂരിലും കാണാൻ കഴിയുന്നത്. രാവിലെ ഇടവിട്ടൊന്ന് മഴ പെയ്തിരുന്നുവെങ്കിൽ ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ ശക്തമായ മഴ തുടരുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. പ്രമുഖ മുന്നണികളുടെ സ്ഥാനാർത്ഥികളെല്ലാം തന്നെ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. എം സ്വരാജും ആര്യാടൻ ഷൗക്കത്തും വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം ഇരുവരും ആത്മവിശ്വാസം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. കാരണം ചരിത്ര ഭൂരിപക്ഷം നേടുമെന്നാണ് ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞത്. എത്ര വോട്ടിൽ വിജയിക്കും എന്നല്ല, ചരിത്ര വിജയം നേടാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് പങ്കുവച്ചിരിക്കുന്നത്. അതേസമയം LDFിൻ്റെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി എം സ്വരാജും വിജയിക്കും, അത് ആത്മവിശ്വാസമുണ്ട് എന്നുള്ള ഉറപ്പും അദ്ദേഹവും പങ്കുവയ്ക്കുന്നുണ്ട്. ആദ്യത്തെ അരമണിക്കൂർ പിന്നിടുമ്പോഴേക്കും വോട്ടിംഗ് ശതമാനം ഏകദേശം 4% വോട്ടിംഗ് നടന്നതായിട്ടുള്ളതാണ് നമുക്ക് കിട്ടുന്ന ഔദ്യോഗിക കണക്കുകൾ. ഇലക്ഷൻ കമ്മീഷൻ്റെ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കണക്കുകൾ ഇനിയും ഏകദേശം 1 മണിക്കൂർ കൂടി വൈകി മാത്രമേ ഔദ്യോഗിക കണക്കായി പുറത്തു വരികയുള്ളൂ. എന്തായാലും പോളിംഗ് ബൂത്തുകളിലൊക്കെ തന്നെ വലിയ തരത്തിലുള്ള തിരക്ക് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ കോരിച്ചൊരിയുന്ന മഴയാണ്. മഴയും അവഗണിച്ചുകൊണ്ട് വീട്ടമ്മമാരും പുതിയ വോട്ടർമാരും ഒക്കെ പോളിംഗ് സ്റ്റേഷനിലേക്ക് വരുന്ന കാഴ്ചകളും ഉണ്ട്. ഒപ്പം രാവിലെ തന്നെ പരമാവധി ആളുകൾ, ഈ മഴ ഉണ്ടെങ്കിൽ തന്നെയും പരമാവധി ആളുകൾ വോട്ട് രേഖപ്പെടുത്തുന്ന ഒരു രീതി നേരത്തെ തന്നെ നിലമ്പൂരിനുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ, അതായത് കഴിഞ്ഞ 14 മാസത്തിനിടയിൽ 3 തെരഞ്ഞെടുപ്പുകളാണ് നിലമ്പൂരുകാർക്ക് വോട്ട് രേഖപ്പെടുത്താൻ അവസരമൊരുക്കി കൊടുത്തത്. 2 ലോക്സഭാ തെരഞ്ഞെടുപ്പും 1 നിയമസഭാ ഉപതെരഞ്ഞെടുപ്പും. അത്തരത്തിൽ ആ സമയങ്ങളിലൊക്കെ തന്നെ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് ശതമാനം 71 ആയിരുന്നു. അത് നിയമസഭയിലേക്ക് വരുമ്പോഴേക്കും 76.6 ആയിരുന്നു. എന്നാൽ ഈ 5% വ്യത്യാസം ഇത്തവണത്തെ ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. എന്നാൽ അതല്ല, കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷ ഇരു മുന്നണികളും പങ്കുവയ്ക്കുന്നുണ്ട്. പുതുപ്പള്ളിയിലും ഒപ്പം തന്നെ തൃക്കാക്കരയിലൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ ബൈ ഇലക്ഷൻ സമയത്ത്, അല്ലെങ്കിൽ ഉപതെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ വോട്ടിംഗ് ശതമാനത്തിൽ കാര്യമായ വർധന ഉണ്ടായിരുന്നില്ല എങ്കിൽ പോലും UDFിന് അനുകൂലമായൊരു ട്രെൻഡ് വോട്ടിംഗ് ശതമാനത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടി വരും. ഇവിടെയും അതൊക്കെ സംഭവിക്കുമെന്നുള്ളത് ഇനി പിന്നീട് അല്പം കൂടി കഴിഞ്ഞ ശേഷം മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. എന്തായാലും ഇടതു മുന്നണിയുടെയും ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും സ്ഥാനാർത്ഥികൾ അവരുടെ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ഇനി വിവിധ പോളിംഗ് സ്റ്റേഷനുകളിലേക്കുള്ള സന്ദർശനമാണ് അവർക്കുള്ളത്. അതിനുള്ള യാത്ര പുറപ്പെടുകയും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. അബ്ദുൽ വഹാബ് MP ഉൾപ്പെടെയുള്ളവർ വോട്ട് രേഖപ്പെടുത്തി. നിലമ്പൂർ ആയിഷ വോട്ട് രേഖപ്പെടുത്തി. ഇനിയുള്ള പ്രമുഖർ എന്ന് പറയുമ്പോഴേക്കും ഈ മറ്റ് BJPയുടെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ് ആണ്. ഒപ്പം PV അൻവറുണ്ട്. PV അൻവർ ഇതിന് മുമ്പ് തന്നെ മാധ്യമങ്ങളെ കണ്ട് വലിയ തരത്തിലുള്ള ആത്മവിശ്വാസം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. കാരണം 24-ാം തീയതി തന്നെ ആരാണ് വിജയിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവും. വലിയ ഭൂരിപക്ഷത്തോടു കൂടി തന്നെ വിജയിക്കും എന്നുള്ള പ്രതീക്ഷയാണ് PV അൻവർ പങ്കുവയ്ക്കുന്നത്. കാരണം അത് ജനങ്ങളുടെ മനസ്സ് അറിയാവുന്ന ഒരു നേതാവാണ് PV അൻവർ. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ പൂർണ്ണ പിന്തുണ അൻവറിന് ലഭിക്കും എന്നുള്ളൊരു പ്രതീക്ഷ പങ്കുവയ്ക്കുന്നു. ഒപ്പം അദ്ദേഹം പറഞ്ഞ മറ്റൊരു രസകരമായ കാര്യം കൂടിയുണ്ട്. 24-ാം തീയതി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹം കാൽനടയായി നിയമസഭയിലെ ആളുകളെയും കൂട്ടി തിരുവനന്തപുരത്തേക്ക് യാത്ര പുറപ്പെടും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും എല്ലാവരും വലിയ തരത്തിലുള്ള ആത്മവിശ്വാസമാണ് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൽ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. അൻവർ ആകട്ടെ മറ്റുള്ളവരെ അപേക്ഷിച്ച് LDFിനെയും UDFിനെയും അപേക്ഷിച്ച് കൂടുതൽ കടന്ന് ചിന്തിച്ചുകൊണ്ട് ഉള്ള ആത്മവിശ്വാസം, അതായത് സത്യപ്രതിജ്ഞാ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി നിലമ്പൂരിൽ നടന്ന് തിരുവനന്തപുരത്തേക്ക് പോകും എന്ന തരത്തിലേക്ക് പറഞ്ഞു വെക്കുന്നു. എന്തായാലും നമ്മൾ ഈ ഇലക്ഷൻ പ്രചരണ വേളകളിലൊക്കെ കണ്ടതായിരുന്നു. 3 സ്ഥാനാർത്ഥികൾക്കൊപ്പം അൻവറും തൻ്റേതായ ഒരു ചിത്രം
ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ പതിപ്പിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ആളുകൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതിന് വേണ്ടി നടത്തിയ ഒരു തീവ്രമായ പരിശ്രമം അദ്ദേഹം നടത്തിയിരുന്നു. പ്രത്യേകിച്ചും മലയോര മേഖലകൾ കേന്ദ്രീകരിച്ചാണ്. അദ്ദേഹം ഇപ്പം തന്നെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ പ്രകൃതിക്ഷോഭം നടക്കുന്ന സമയത്തൊക്കെ തന്നെ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായ വീഴ്ചകളാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. പ്രത്യേകിച്ചും വയനാട് പ്രകൃതി ദുരന്തം ഉണ്ടായിട്ട് ഒരു വർഷം തികയാൻ പോകുന്ന സാഹചര്യത്തിൽ ഇതുവരെയായും അവർക്ക് കാര്യമായ ഒരു സഹായവും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല. ഏകദേശം 700 കോടിയിലധികം രൂപ ഇവർക്ക് വേണ്ടി മാത്രം സമാഹരിച്ചതുണ്ടായിട്ട് പോലും അവരുടെ വാടക കൊടുക്കാനോ അവർക്ക് അവരുടെ ജീവിതചര്യകളുമായി മുന്നോട്ട് പോകുന്നതിന് സഹായിക്കാനോ രോഗികളായ ആളുകളെ സഹായിക്കുന്നതിനൊന്നും തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കാര്യമായ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. അതേസമയം കവളപ്പാറയിൽ ഇതുപോലെ തന്നെ ഒരു പ്രകൃതിക്ഷോഭം ഉണ്ടായപ്പോൾ അവിടുത്തെ ആളുകളുടെ പ്രശ്നം 6 മാസത്തിനുള്ളിൽ പരിഹരിക്കാൻ കഴിഞ്ഞിരുന്നു. വലിയ തരത്തിലുള്ള വീടുകൾ വെച്ചു കൊടുത്തു, സ്ഥലം കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം അവരുടെ എല്ലാം പോക്കറ്റ് മണിയായി പൈസകൾ നൽകാനും കഴിഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ ഒരു പ്രവർത്തനം തനിക്ക് നടത്താൻ കഴിഞ്ഞതുകൊണ്ട് തന്നെ നിലമ്പൂരിൽ ഒരു വലിയ വിജയപ്രതീക്ഷ PV അൻവർ പങ്കുവയ്ക്കുന്നു. PV അൻവറിൻ്റെ പ്രതീക്ഷയും അങ്ങനെ തന്നെയാണ്. കാരണം ഈ തന്നെ കഴിഞ്ഞ പ്രാവശ്യം വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ആളുകളെല്ലാം തന്നെ തനിക്ക് അനുകൂലമായി വോട്ട് ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷ അൻവറും പങ്കുവയ്ക്കുന്നുണ്ട്. ഇത്തരത്തിൽ മൂന്ന് മുന്നണികൾക്കൊപ്പം അൻവറും വലിയ പ്രതീക്ഷയാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത്. BJP സംബന്ധിച്ചിടത്തോളം അവർ ഒരു വലിയ തരത്തിലുള്ള ഒരു നീക്കം, ഒരു അപ്രതീക്ഷിതമായ നീക്കമാണ് നിലമ്പൂരിൽ നടത്തിയത്. ആദ്യഘട്ടത്തിൽ BDJSന് സീറ്റ് കൈമാറിയിരുന്നു. NDAയുടെ ഘടകകക്ഷിയായ BDJS ഇത് ഇത്തവണ മത്സരിക്കും എന്നൊക്കെയാണ് പറഞ്ഞിരുന്നതെങ്കിലും പിന്നീട് കേന്ദ്ര നേതൃത്വം ഇടപെട്ടുകൊണ്ട് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ കൂടി തന്നെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ BJPയുടെ സ്ഥാനാർത്ഥി മത്സരിക്കണം, ഒപ്പം തന്നെ മലയോര കുടിയേറ്റ കർഷകരുടെ മേഖലകളിൽ നിന്ന് ഒരാളിനെ കണ്ടെത്തണം എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയും മുതിർന്ന BJP നേതാക്കന്മാർ തന്നെ ഇടപെട്ടുകൊണ്ടാണ് ഈ അഡ്വക്കേറ്റ് മോഹൻ ജോർജ് നിലമ്പൂർ കോടതിയിൽ അഭിഭാഷകനാണ്, അദ്ദേഹത്തെ കണ്ടെത്തി അദ്ദേഹത്തിനെ മത്സരിപ്പിക്കുവാൻ തീരുമാനിച്ചതും. നിലവിൽ അദ്ദേഹം വലിയ തരത്തിലുള്ളൊരു പ്രചരണ പരിപാടിയിലൊക്കെ പങ്കെടുക്കുകയും ഒപ്പം തന്നെ വലിയ തരത്തിലുള്ള വാഗ്ദാനങ്ങൾ, പ്രകടന പത്രിക തന്നെ രംഗത്തിറക്കി എന്നുള്ളതാണ്. മലയോര മേഖലയുമായി ബന്ധപ്പെട്ടുള്ള കുടിയേറ്റ കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് 6 മാസത്തിനുള്ളിൽ പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയൊക്കെ പങ്കുവച്ചാണ് മോഹൻ ജോർജ് ഇവിടെ തെരഞ്ഞെടുപ്പിൽ വലിയ തരത്തിലുള്ള പ്രചരണം നടത്തിയത്. അത്തരത്തിൽ പ്രചരണ രംഗത്ത് 3 മുന്നണികളും ഒരുപോലെ ഇടിച്ചു നിന്നു എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. കൊട്ടിക്കലാശത്തിൻ്റെ ദിവസമൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. മഴയത്തും ചോരാത്ത ആവേശം അണികളിൽ എത്തിക്കുന്നതിന് വേണ്ടി ഇവർ നടത്തിയ പ്രചരണ പരിപാടികളൊക്കെ തന്നെ വലിയ തരത്തിൽ വിജയിച്ചു എന്നുള്ള പ്രതീക്ഷയാണ് LDFും UDFും BJPയും ഒരുപോലെ പങ്കുവയ്ക്കുന്നത്. അത്തരത്തിൽ ഈ പ്രതീക്ഷകൾ പങ്കുവയ്ക്കുമ്പോഴും BJP നേതാക്കന്മാർ പറയുന്നത് ഇവിടെ വികസനം എത്തിക്കാൻ LDFിനോ UDFിനോ കഴിഞ്ഞിട്ടില്ല. ഒരുപക്ഷേ BJP സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ 6 മാസത്തിനുള്ളിൽ ഉൾപ്പെടെ തന്നെ ആരോഗ്യ മേഖലയിലും വന്യമൃഗശല്യത്തിനുമൊക്കെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലൊക്കെ തന്നെ വലിയ തരത്തിലുള്ള മാറ്റം പ്രാവർത്തികമാക്കുവാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് BJP നേതാക്കന്മാരൊക്കെ തന്നെ അവരുടെ പ്രചരണ പരിപാടികളിൽ പങ്കുവച്ചതും. എന്തായാലും ഇപ്പോഴും മഴ തുടരുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് നിലമ്പൂരിൽ നിന്ന് ലഭ്യമാകുന്നത്. നിലമ്പൂർ ഒരു കേന്ദ്രത്തിൽ മാത്രമല്ല, പല സ്ഥലങ്ങളിലും ഇങ്ങനെ ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ, അതായത് നിലമ്പൂർ മുനിസിപ്പാലിറ്റി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ വലിയ തരത്തിലുള്ള മഴ തുടരുന്നുണ്ട്. ഈ മഴയത്തും നിരവധി പേര് തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമാകുന്നതിന് വേണ്ടി വോട്ട് ചെയ്യുന്നതിന് വേണ്ടി സ്കൂളുകളിലേക്ക് ഒക്കെ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുമുണ്ട്. ഈ രാവിലെ തന്നെ എന്തായാലും സ്ഥാനാർത്ഥികളെല്ലാം തന്നെ രാവിലെ അവരുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തിയതിന് ശേഷം അവരെ പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു മറ്റ് പോളിംഗ് ബൂത്തുകളിലേക്കൊക്കെ തന്നെ. ഇന്നലെ ഒരു സമാധാനത്തിൻ്റെ ദിവസം എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു. കാരണം വലിയ തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് പരിപാടികളൊന്നും തന്നെ ഇല്ലായിരുന്നു. എല്ലാവരും കൂട്ടലും കുറയ്ക്കലും ഒക്കെ ആയിട്ടായിരുന്നു മുന്നോട്ട് പോയത്. എന്നാൽ നേതാക്കന്മാർക്ക് ഇന്നലെ വലിയ ആവേശം നൽകുന്ന ഒരു ദിവസം എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു. കാരണം കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പ് ഒരു മാധ്യമത്തിന് MP ഗോവിന്ദൻ മാസ്റ്റർ നൽകിയ അഭിമുഖം അത് പിന്നീട് വലിയ തരത്തിൽ വിവാദമായി കത്തിക്കയറുന്നത് കണ്ടു. 1975 മുതൽ 77 വരെ നീണ്ടു നിന്ന അടിയന്തരാവസ്ഥ കാലത്ത് CPIM ഈ കോൺഗ്രസിനെതിരെ വലിയ തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. അന്ന് ജനസംഘത്തിൻ്റെയും RSSൻ്റെയൊക്കെ പിന്തുണയോടുകൂടി അവർ പ്രവർത്തിച്ച തരത്തിൽ ഒരു ഇൻ്റർവ്യൂ, ഒരു അഭിമുഖം അദ്ദേഹം നൽകിയിരുന്നു. അത് പിന്നീട് വലിയ ആരോപണമായി കത്തിക്കയറുകയായിരുന്നു. കാരണം അതിനെ പറഞ്ഞത് ഇപ്പോഴും ഒരു ബന്ധം, അതായത് BJP CPIM ബന്ധം ഇപ്പോഴും നിലനിൽക്കുന്നു. ആ ബന്ധം നിലമ്പൂരിലുമുണ്ട് എന്ന തരത്തിലേക്ക് കോൺഗ്രസ് നേതാക്കന്മാർ പറഞ്ഞു വെച്ചു. അതിന് തൊട്ട് പിന്നാലെ MP ഗോവിന്ദൻ മാസ്റ്റർ തന്നെ വാർത്താ സമ്മേളനം വിളിച്ച് പൂർണ്ണമായി അത് തള്ളിക്കളയുകയായിരുന്നു. വൈകുന്നേരത്തോടു കൂടി തന്നെ വീണ്ടും മുഖ്യമന്ത്രി തന്നെ അതിന് മറുപടി പറയാൻ രംഗത്തെത്തി. അദ്ദേഹം ചില ചരിത്ര രേഖകളും മറ്റു ചില ബന്ധങ്ങളുമൊക്കെ
പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് 1980 മുതൽ 94 വരെ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന കോൺഗ്രസ് BJP ബന്ധങ്ങൾ, ചർച്ചകൾ, ആ സമയത്തുണ്ടായിരുന്ന രാഷ്ട്രീയ പോരുകൾ, ഇവയെല്ലാം പറഞ്ഞു നിർത്തിക്കൊണ്ടുള്ള ഒരു വാർത്താ സമ്മേളനമാണ് അദ്ദേഹം നടത്തിയത്. അതിലൂടെ BJPയുമായി യാതൊരു ബന്ധവും CPIMന് ഇല്ല എന്ന് സമർത്ഥിക്കുന്ന തരത്തിലേക്ക് അദ്ദേഹങ്ങൾ കാര്യങ്ങൾ കൊണ്ടുവച്ചു. ഒപ്പം രാജ്ഭവനെതിരെയും വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിൽ അദ്ദേഹം പിന്നോട്ട് പോയില്ല. അങ്ങനെ ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞതിന് വിരുദ്ധമായി അല്ലെങ്കിൽ അത്തരത്തിലൊരു ബന്ധമില്ല എന്ന് പറഞ്ഞു വെക്കുന്നതിനും സമർത്ഥിക്കുന്നതിനും മുഖ്യമന്ത്രി തന്നെ വലിയ തരത്തിലുള്ള ഒരു ശ്രമം ഇന്നലെ നടത്തുന്നത് നമ്മൾ കണ്ടതാണ്. എന്തായാലും ഇത്തരം കാര്യങ്ങളൊക്കെ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമോ, അല്ലെങ്കിൽ ഇതിനെ എത്ര കണ്ട് ബാധിക്കും എന്നുള്ളതൊക്കെ ആണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. എന്തായാലും കഴിഞ്ഞ പ്രാവശ്യം 76.6 ആയിരുന്നു പോളിംഗ് ശതമാനമെങ്കിൽ ഇപ്പോൾ അതിനേക്കാൾ കൂടുമോ അതോ അതിൽ നിന്ന് താഴേക്ക് പോകുമോ എന്നുള്ള കാര്യമൊക്കെ വൈകുന്നേരത്തോടുകൂടി മാത്രമേ നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ. 6 മണി വരെയാണ് പോളിംഗ് സമയം. നിലവിൽ ഇതുവരെയായും വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഒരു സ്ഥലത്ത് നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഏകദേശം 263 വോട്ടുകളാണ് 2,32,000-ലധികം വരുന്ന സംവിധായകർക്കായി ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. അതിൽ 3 ആദിവാസി മേഖലയിലുള്ളവർക്ക് വേണ്ടിയാണ്. വനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മേഖലയിലാണ് ഇത്തരം പോളിംഗ് ബൂത്തുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസമൊക്കെ ചാലിയാർ പുഴയിലൂടെ ചങ്ങാടത്തിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രവുമായി പോകുന്ന പോളിംഗ് ഉദ്യോഗസ്ഥരെയൊക്കെ നമ്മൾ കണ്ടതുമാണ്. അങ്ങനെ വലിയ തരത്തിൽ ഉള്ള സംവിധാനങ്ങളാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ട് രേഖപ്പെടുത്തുന്നതിനായി സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അത് തന്നെ സംവിധായകർക്ക് എന്തെല്ലാം എളുപ്പത്തിൽ അവർക്ക് വോട്ട് ചെയ്യാൻ പറ്റുമോ അത്തരത്തിൽ വളരെ എളുപ്പത്തിൽ വോട്ട് ചെയ്ത് വീടുകളിലേക്ക് മടങ്ങുന്നതിനുള്ള സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഏതെങ്കിലും കാരണവശാൽ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിന് തകരാറ് സംഭവിച്ചാൽ റിസർവായിട്ടുള്ള വോട്ടിംഗ് യന്ത്രങ്ങളും പരമാവധി അവർ കരുതിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ തയ്യാറെടുപ്പുകളും തെരഞ്ഞെടുപ്പ് കമ്മീഷനും പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് പല സ്ഥലങ്ങളിലും, പ്രത്യേകിച്ച് ഈ ചില പഞ്ചായത്തുകൾ, അതായത് ചുങ്കത്തറ, അതുപോലെ ഇടക്കര, കർലായി, പോത്തുകൾ തുടങ്ങിയ പഞ്ചായത്തുകളിലൊക്കെ ചെറിയ തോതിൽ മഴ പെയ്യുന്നുണ്ടെങ്കിലും ആ സ്ഥലങ്ങളിലൊക്കെ തന്നെ വോട്ട് ചെയ്യാൻ എത്തുന്നവരുടെ എണ്ണം ക്രമമായി വർദ്ധിച്ചു വരുന്നുണ്ട് എന്നുള്ളൊരു വിവരമാണ് ലഭ്യമാകുന്നത്. മലയോര മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ പോത്തുകൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൊക്കെ വലിയ തരത്തിൽ വോട്ടർമാർ വലിയ ഗ്രൂപ്പുകളായി അല്ലെങ്കിൽ വലിയ കൂട്ടമായിട്ട് ബൂത്തുകളിലേക്ക് വരുന്നൊരു കാഴ്ച നമുക്ക് കിട്ടുന്നുണ്ട്. അത്തരത്തിൽ പോളിംഗിൻ്റെ കാര്യത്തിൽ കാര്യമായൊരു വർധന ഉണ്ടാകുന്നുണ്ട്. മഴയൊക്കെ അവഗണിച്ചുകൊണ്ട് പോളിംഗ് ബൂത്തിലേക്ക് ഇപ്പോഴും സംവിധായകർ വരുന്ന ഒരു കാഴ്ച നമുക്ക് ലഭ്യമാകുന്നുണ്ട്. എന്തായാലും 75-ന് മുകളിൽ ഒരു പോളിംഗ് ശതമാനം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രതീക്ഷിക്കുന്നുണ്ട്. അത്രയധികം പോളിംഗ് ശതമാനം ഉണ്ടായാൽ മാത്രമേ ഒരു വിജയം എന്നുള്ളത് ഒരു ചരിത്ര വിജയമാക്കി മാറുകയുള്ളൂ എന്നുള്ള തരത്തിലാണ് LDFും UDFും ഒക്കെ ചിന്തിക്കുന്നത്. BJPയും പോളിംഗ് ശതമാനം വർദ്ധിപ്പിക്കപ്പെടും അല്ലെങ്കിൽ വർദ്ധിക്കുമെന്നുള്ള പ്രതീക്ഷ പങ്കുവയ്ക്കുമ്പോൾ അൻവർ ആകട്ടെ വലിയ ശുഭപ്രതീക്ഷയിലാണ്. താൻ നിയമസഭയിലേക്ക് തിരിച്ചെത്തും എന്നുള്ള പ്രതീക്ഷ അൻവറും പങ്കുവയ്ക്കുന്നുണ്ട്. എന്തായാലും കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയാണ് നമ്മൾ ഇവിടെ കണ്ടത്, പ്രത്യേകിച്ചും നിലമ്പൂരിൽ കണ്ടത്. നിലമ്പൂരിനെ സംബന്ധിച്ചോളം നിലമ്പൂർ ഈ ഉപതെരഞ്ഞെടുപ്പുകളിലേക്ക് വരുന്നത് അത്ര ഒരു പുതിയ ഇതല്ല. പലപ്പോഴും പല ആവർത്തി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുകളിലേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി വലിയ തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയാണ് നിലമ്പൂരിൽ നമുക്ക് കാണാൻ കഴിഞ്ഞതും. നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരിൻ്റെ മലയോര മേഖലയിലെ ആളുകളുടെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, അവരുടെ ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ പലപ്പോഴും പല രാഷ്ട്രീയ പാർട്ടികളുടെ മുന്നിലേക്കും അവതരിപ്പിച്ചാണെങ്കിൽ തന്നെ എങ്കിലും അവയ്ക്ക് കാര്യമായൊരു പരിഗണന ലഭിച്ചിട്ടില്ല എന്ന ഒരു പരാതി പലപ്പോഴും മലയോര മേഖലകളിൽ നിന്നൊക്കെ ഉയർന്നു വരുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൻ്റെ നാളുകളിൽ, അവസാന നാളുകളിലാണ് അനന്തു എന്ന് പറഞ്ഞ കുട്ടി വൈദ്യുതി കെണിയിൽ നിന്നും ഷോക്കേറ്റ് മരിച്ചത്. അത് വലിയ ചർച്ചയായി മാറുകയും അതിൻ്റെ പേരിൽ വനം വകുപ്പിനെയും വനമന്ത്രിയെയും ഒക്കെ തന്നെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് UDFും BJPയും വലിയ തരത്തിലുള്ള പ്രചരണ പരിപാടികൾ അഴിച്ചുവിട്ടെങ്കിലും ആ പ്രചരണ പരിപാടികൾ 2 ദിവസം കൊണ്ട് കെട്ടടങ്ങുകയായിരുന്നു. എന്തായാലും വന്യമൃഗങ്ങളും മനുഷ്യ സംഘർഷവും വലിയ തരത്തിലുള്ള ഒരു നാടുകൂടിയാണ് നിലമ്പൂർ. എപ്പോഴും കാട്ടാനയുടെയും ഒപ്പം കടുവയുടെയും പുലിയുടെയും പന്നിയുടെയും ഒക്കെ കർഷകർക്ക് ശല്യമുള്ള ഒരു മേഖലയാണ്. അത്തരം ശല്യങ്ങൾ ഒഴിവാക്കുന്നതിന് പൂർണ്ണതോതിൽ ഒരു സഹായം ഒരു കേന്ദ്ര സർക്കാരിൻ്റെ, സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ള പരാതി അവിടുത്തെ കർഷകർക്കുണ്ട്. ആ പരാതികൾ എങ്ങനെ പ്രതിഫലിക്കും എന്നുള്ളതാണ് നമുക്ക് ഇനി കണ്ടറിയേണ്ടിയിരിക്കുന്നത്. അവർ ആർക്ക് അനുകൂലമായി ഈ സമയത്ത് വോട്ട് ചെയ്യും, അത്തരം കാര്യങ്ങളൊക്കെ 23-ാം തീയതിക്ക് ശേഷം മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. എന്തായാലും വലിയ തരത്തിലുള്ള ഒരു പ്രചരണ പരിപാടി നിലമ്പൂർ കേന്ദ്രീകരിച്ച് ഉണ്ടായിരുന്നു എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. വൃന്ദ, തീർച്ചയായും വലിയ നീണ്ട നിര തന്നെയാണ് ഇപ്പോഴും നമുക്ക് നിലമ്പൂരിൽ കാണാൻ സാധിക്കുന്നത്. കനത്ത